ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു പുട്ടിന് നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. എത്ര കഴിച്ചാലും മതി വരാത്ത ഈ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പുട്ടിൻ്റെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ഗ്രാം കപ്പിൻ്റെ അളവിൽ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഈ ഒരു കപ്പ് റവയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന റവയ്ക്കനുസരിച്ച് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചും എടുക്കാൻ. ഞാനിപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മുഴുവൻ റവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി പൊടിച്ചെടുത്ത റവ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ പൊടിച്ചെടുത്ത റവ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി റവ പൊടിച്ചെടുത്ത അതേ മിക്സിയുടെ ജാറിൽ തന്നെ 1/2 കപ്പ് അളവിൽ കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള കപ്പലണ്ടിയാണ്. ഇതും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത കപ്പലണ്ടി കൂടി ഇനി ഈ ഒരു റവയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പലണ്ടി മാത്രമല്ല, അണ്ടിപ്പരിപ്പോ ബദാം പരിപ്പോ പിസ്തയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കപ്പലണ്ടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 150 ഗ്രാം അളവിൽ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റിനും മണത്തിനും വേണ്ടി 2 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. രാവിലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളൊന്നും വേണ്ടാത്ത നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ഇതേപോലെ 2 സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഈ മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് കൈവച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം വേണം സാധാരണ പുട്ടിനൊക്കെ നനച്ചെടുക്കുന്ന പോലെ വെള്ളമൊഴിച്ച് നനച്ചെടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. സാധാരണ പുട്ടുപൊടിക്ക് ഒഴിക്കുന്ന അത്രയും വെള്ളമൊന്നും ഇതിനാവശ്യമില്ല. ഇതിൽ പഞ്ചസാരയും പാൽപ്പൊടിയും നെയ്യും ചേർന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കുതിർന്നിട്ടാണ് ഈ ഒരു പൊടി ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കപ്പിൽ 1/2 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ നനച്ചെടുത്തതിന് ശേഷം സാധാരണ പുട്ടുപൊടി വെച്ച് ചെയ്തെടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ അരിപ്പൊടി വെച്ച് ചെയ്തെടുക്കുന്ന പോലെയോ അത്രയും നല്ല നൈസായിട്ടല്ല ഈ പൊടി ഇരിക്കുന്നത്. ഇതിൽ കപ്പലണ്ടി, പാൽപ്പൊടി, നെയ്യ്, പഞ്ചസാരയൊക്കെ ചേർന്നതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ചെറുതായിട്ടൊരു കട്ടയൊക്കെ ഉള്ള അതേപോലത്തെ ഒരു ടൈപ്പിലാണ് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് സാധാരണ പുട്ടുകുറ്റിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിരട്ടപ്പുട്ടിൻ്റെ മേക്കറിലോ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആദ്യം കുറച്ച് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലൊരു പിടി മാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതിന് മുകളിലേക്കായിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു പിടി മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് അടപ്പ് നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുത്തതിന് ശേഷം വേവിച്ചെടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ചെറിയൊരു കുക്കറിൽ വെള്ളം വെച്ച് ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ആവി കയറ്റുമ്പോഴത്തേക്ക് നമ്മുടെ പുട്ട് റെഡിയായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.